ഇതിന് പാർട്ടിപക്ഷമില്ല. ജനപക്ഷം എന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ ഒപ്പമാണ്, മറ്റത് ഭരണപക്ഷമാണ്. അപ്പൊ ഭരണപക്ഷവും ജനപക്ഷവും തമ്മിലുള്ള അതിതീവ്രമായ രൂപത്തിലുള്ള സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ജനപക്ഷത്ത് നിൽക്കുന്ന നമുക്ക് ജയിക്കണം, കേരളത്തെ നമുക്ക് വീണ്ടെടുക്കണം. ഈ സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ, വികസന ദിവസങ്ങൾ നമുക്ക് പുനഃസ്ഥാപിക്കുന്നതിന് കഴിയണം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ശ്രീ മാണി സാറിന്റെ അടക്കമുള്ള നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നമ്മുടെ കേരള സംസ്ഥാനത്തുണ്ടാക്കിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നിന്ന് ആരംഭിക്കുമ്പോൾ ആരോഗ്യ വകുപ്പിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ ആ കസേരയിൽ നിന്ന് എഴുന്നേക്കുന്നത്. ഇന്ന് ചികിത്സയെന്ന് പറയുന്നത് സമ്പന്നന്മാർക്ക് വേണ്ടി മാത്രമായി മാറ്റി. സർക്കാർ ആശുപത്രികളെല്ലാം തകർത്ത് തരിപ്പണമാക്കി. കത്രിക ഇന്ന് ഇപ്പോൾ മുറുക്കാൻകടയിലല്ല, ഇവിടെ ഓപ്പറേഷൻ ചെല്ലുന്ന സ്ത്രീകളുടെ വയറ്റിൽ നിന്നാണ് നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്നത്. ഇത്ര വികൃതമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ആ ആരോഗ്യ വകുപ്പില് ഏറ്റവും നന്നായി കൊണ്ടുപോകുന്നതിന് ശ്രമിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ദിവസങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ചികിത്സ സൗജന്യമാക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, കാരുണ്യ ബെനവലൻ സ്കീം, അതനുസരിച്ച് നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടിയ ആനുകൂല്യം ആർക്കും മറക്കാൻ കഴിയില്ല. അപ്പൊ കേരള സംസ്ഥാനത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ഉയർത്തിയിട്ടുള്ള എല്ലാ പുരോഗമനപരമായ നീക്കവും അതോടൊപ്പം നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൈപ്പൊക്കാത്ത MLA മാരുടെ നിയോജക മണ്ഡലങ്ങൾ വികസനങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. ഈ പാലാ പട്ടണത്തിൽ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാലാ പട്ടണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മാണി സി കാപ്പന്റെ നേതൃത്വത്തിൽ നടത്തിയ എല്ലാ വികസന പ്രവർത്തനത്തിനും അള്ളുവെക്കുന്ന നടപടിയാണ് ഇടതു മുന്നണി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ കേരള ജനതയ്ക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത, കേരള ജനസമൂഹത്തെ ഡിവൈഡ് ചെയ്യുന്ന, നമ്മുടെ ധാർമ്മികത്വത്തെ മുഴുവൻ തകർക്കുന്ന, നമ്മുടെ ജനാധിപത്യ ബോധത്തെ ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതിയാണ്, പൊതുസ്ഥിതിയാണ് ഇന്ന് കേരള സംസ്ഥാനത്തുള്ളത് എന്ന് നിങ്ങൾ മറക്കരുത്. പിണറായി വിജയൻ പറയുന്നത് ഇനി മൂന്നാമതും എനിക്കിത് കിട്ടിയേ മതിയാകൂ എന്നുള്ള നിലപാടാണ്. കൊച്ചുകുട്ടികൾ കളിപ്പാട്ടത്തിന് വേണ്ടി വാശിയോടുകൂടി പറയുന്നത് പോലെയാണ് എനിക്ക് മൂന്നാമതും കേരളം കിട്ടിയേ മതിയാകൂ എന്നുള്ള വാശി. 10 കൊല്ലക്കാലത്തിനോടുള്ളിൽ ഈ കേരളത്തിൽ അവരുണ്ടാക്കിയിട്ടുള്ള വികസനത്തെ കുറിച്ച് ജനങ്ങളോട് പറയാൻ കഴിയണ്ടേ? ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കൊള്ളയും കൊലപാതകവും നാട്ടിൽ ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത രൂപത്തിലേക്കായി. ഈ വേദിയിലേക്ക് നമ്മുടെ UDF-ന്റെ നേതാവ് ശ്രീ മോൻസ് ജോസഫ് MLA വന്നുകൊണ്ടിരിക്കുകയാണ്. കൊള്ളയും കൊലപാതകവും മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത രൂപത്തിലായി. മനുഷ്യനെ മാത്രമല്ല ദൈവത്തെ പോലും തട്ടിക്കൊണ്ടുപോകുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. സാഹോദര്യ ബന്ധത്തെ ഇല്ലാതാക്കി, സൗഹൃദ ബന്ധം എന്ന് പറയുന്നതൊന്നും ഇല്ലാതെയാക്കി നമ്മുടെ ഈ സമൂഹത്തിൽ ആളുകളെ പരസ്പരം തല്ലിക്കുന്ന നടപടിയിലേക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കേരള ജനസമൂഹത്തിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള കുറ്റപത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആകമാനം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന വികാരം എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആ വികാരത്തോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്യണം. പാലാ പട്ടണത്തിനും പാലാ മീനച്ചിൽ താലൂക്കിനും ഉള്ള പാരമ്പര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതില്ല. ദുർഭരണം തലപൊക്കുമ്പോൾ ആ ദുർഭരണത്തിന്റെ തലക്കടിക്കാൻ കൈ ഉയർത്തിയിട്ടുള്ള അതിശക്തരായ നേതാക്കന്മാർ ഈ പാലായിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. ഞാൻ നമ്മുടെ ചാണ്ടി സാറിനെ കുറിച്ച്, പ്രിയപ്പെട്ട കാപ്പൻ സാറിനെ കുറിച്ച്, ശ്രീ RV തോമസ് സാറിനെ കുറിച്ച്, അങ്ങനെ ഈ പഞ്ചായത്തിൽ, ഈ മീനച്ചിൽ താലൂക്കിലും നമ്മുടെ ഈ പ്രദേശത്തും ജനാധിപത്യത്തെ ഉയർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള അധികായന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ച് ഓർക്കുകയാണ്. അവരുടെ എല്ലാം ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ടാണ് ഈ യാത്ര നമ്മൾ വിജയകരമായി മുന്നോട്ട് പോകുന്നത്.
ഞാൻ ഈ യാത്രയ്ക്ക് എല്ലാ ഭാവുകങ്ങളും തരികയാണ്.